നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അയാൾ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഞാൻ ജീവനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവന്റെ മുഖത്തത്രയും അയാളെ കൊല്ലാനുള്ള കലിയുണ്ടായിരുന്നു. അമ്മ, ഇത് പോലീസുകാരമ്മ പെരിയ കേസായിടും. ഇതാരാണോ ഫോണില്? ആ, ഞാൻ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി. ഒരു 10-15 മിനിറ്റുള്ളിൽ ഞാൻ അവിടെ എത്തും കേട്ടോ. ആ ശരി, ഓക്കെ. ഏതെങ്കിലും ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിനെ പിടിച്ചു കഴിഞ്ഞാൽ ഉടനെ വരുമല്ലോ അവളുടെ പറ്റുകാരും. പ്രൂഫ് നിങ്ങൾ കൊണ്ടുവന്നില്ലെങ്കിലുണ്ടല്ലോ, ഈ നിൽക്കുന്നവള് പിഴയാണെന്നുള്ളതാണ് അതിനർത്ഥം. അമ്മ, എന്ത് ശരവണ? ഇത് വരുങ്ക இந்த பத்திரத்தில் ஒரு நியூஸ் இருக்கு. എന്ത് ന്യൂസ്? பாருங்கம்மா.
போலீஸ்காரன் டியூட்டி முடிஞ்சு போகும்போது யாரோ அவரை அட்டாக் பண்ணியிருக்கு. என்னவோ இந்த நியூஸ் பார்க்கும்போது அம்மா உங்களுக்கு ஞாபகம் இருக்கா? அந்த எஸ்ஐ நல்லா தான் பெருமாறி இருந்து அப்போഴും இவரு இந்த போலீஸ்காரன் நித்யா மேடத்துக்கிட்ட വല്ലാതെ தான் சொன்னது. ശരിയാ. അയാൾ അങ്ങനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഞാൻ ജീവനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവന്റെ മുഖത്തത്രയും അയാളെ കൊല്ലാനുള്ള കലിയുണ്ടായിരുന്നു. அம்மா இது போலீஸுகாரம்மா, பெரிய கேஸ் ஆயிடும். யாருக்காவது ஒரு சின்ன க்ளூ கிடைச்சா அவர் வந்து ജീവൻ സാറ് അവനാണ് ചെയ്തതെങ്കിൽ അതിനുള്ള തെളിവ് അവർക്ക് കിട്ടുമെങ്കിൽ അവരിവിടെ വന്ന് ജീവനെ പിടിച്ചോണ്ട് പോട്ടെ. അതോടെ തീരുമല്ലോ എല്ലാം എന്നേക്കുമായിട്ട്. അമ്മ ഒരു കാര്യം ഉറപ്പാണ് ശരവണ, ഈ കത്തിക്കരിഞ്ഞു കിടക്കുന്ന ബൈക്ക് കണ്ടോ? അവന്റെ മനസ്സിൽ നമ്മുടെയൊക്കെ സ്ഥാനം ഇത്രയേ ഉള്ളൂ. അവന്റെ ദേഷ്യം കൊണ്ട് കത്തിത്തീരുന്ന വെറും വസ്തുക്കൾ. அம்மா எனக்கு பயமா இருக்கம்மா. இந்த மாதிரி ஒரு ஆள் வீட்டுக்குள்ள இருக்கும்போது எப்படி அம்மா മനസമാധാനത്തോടെ കണ്ണു മൂടി തൂങ്ങ முடியும்? ഇതവനോട് ചോദിച്ചേ പറ്റൂ. അമ്മ നീங்க ഇത് ചോദിക്കാൻ ചൊല്ലുമ്പോൾ അവർ ഏതാവത് പ്രോബ്ലം? അവൻ ചെയ്യാവുന്നതൊക്കെ ചെയ്യട്ടെ ശരവണ. അമ്മയല്ലേ, സഹിക്കേണ്ടവളല്ലേ. കൂടി വന്നാ കൊല്ലും. അതിൽ കൂടുതലൊന്നും സംഭവിക്കില്ലല്ലോ. ഇനിയും അവനെ വളരാൻ അനുവദിച്ചൂടാ. ഇത് ചോദിച്ചേ പറ്റൂ. അമ്മ ഞാൻ കൂടെ വരാമ്മ. വേണ്ട ശരവണ, ഇത് ഞാനും അവനും തമ്മിൽ ചോദിച്ചു തീർക്കേണ്ട കാര്യമാണ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.